ഇന്നിപ്പോ ഒരാളിവിടെ വേദിയിലോട്ട് കിടന്നു വരുമ്പോ അയാൾക്ക് ഉണ്ടാവുന്ന ഉള്ളിലുള്ള അയാളുടെ കംഫർട്ടബിലിറ്റി ആൻഡ് കോൺഫിഡൻസ്, ആൾ എത്ര കണ്ടന്റ് ആണ്, അതിനനുസരിച്ചിട്ടാണ് ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്. അത്രയും ഒരു യൂണിറ്റ് ഓഫ് പീപ്പിൾക്ക് ആ ഒരു പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ചില ആൾക്കാർ ഉള്ളിലൊരു കൺഫ്യൂഷൻ, ഒരു ബുദ്ധിമുട്ട്, ഒരു അണ്ടർസ്റ്റേറ്റ്മെന്റ്, അവരെ പറ്റി സ്വന്തം ഉള്ളവർക്ക് അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു രസം അല്ലെങ്കിൽ ഒരു ഓറ whatever അത് തോന്നിയിരിക്കാം. നമുക്കൊരിക്കലും ഒരു ഓറ എന്ന് പറയുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, അപ്പൊ അതൊരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ് ഓറ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ്. അതിനെ ജനറലൈസ് ചെയ്തിട്ട് ഓറ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഓൾ ഓഫ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത് ഓറ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്ന. ഒരാൾക്ക് ഓറ മനസ്സിലാക്കാനോ അയാൾക്ക് ഒരു സ്റ്റെബിലിറ്റി വേണം. ഓറ ഈസ് അഗൈൻ ഡിഫറെന്റ്. ഇപ്പം പുള്ളിക്കാരിക്ക് വളരെ നല്ലൊരു ഓറ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി കൊണ്ട് ഉണ്ടാവുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. സോ അഗൈൻ യു കനോട്ട് സൂപ്പർ ഇമ്പോസ് ദാറ്റ് ഇറ്റ് ഈസ്. അപ്പൊ കാണുന്ന ഒരാളുടെ തലയിലാണോ ഓറ ഉദിക്കുന്നത്? ആയിരിക്കണം, തീർച്ചയായിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.